പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് നിന്ന് ഒരു വാർത്ത വരുന്നു. ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കാട്ടുകുളം ശ്രാമ്പിക്കൽ വൈഷ്ണവിയാണ് മരിച്ചത്. ഭർത്താവ് ദീക്ഷിത്തിനെ ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. 1.5 വർഷം മുമ്പായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം. ഇക്ബാൽ അറക്കലുണ്ടായിരുന്നു. ഇക്ബാൽ, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്? വിനീത, ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് വൈഷ്ണവിയെ ഭർത്താവായിട്ടുള്ള ദീക്ഷിത്ത് മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് വൈഷ്ണവി അബോധാവസ്ഥയിലായി എന്നുള്ളതാണ് ദീക്ഷിത്ത് ഡോക്ടർമാരോടും ബന്ധുക്കളോടും പറഞ്ഞിരുന്നത്. പക്ഷേ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും തന്നെ വൈഷ്ണവിയുടെ ജീവൻ നഷ്ടമായിരുന്നു കണ്ടെത്തുന്നു. പിന്നാലെ ദീക്ഷിത്തിന്റെ പെരുമാറ്റത്തിലും ഡോക്ടർമാർക്ക് ഒരു സംശയം തോന്നുകയും പോലീസിൽ വിവരമറിയിച്ചു. ഇന്നലെ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് വൈഷ്ണവിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് വൈഷ്ണവിയുടെ മരണം ശ്വാസം മുട്ടിയാണ് എന്നുള്ളത് ഡോക്ടർമാർ കണ്ടെത്തുന്നത്. അതിനുശേഷം പിന്നീട് ശ്രീകൃഷ്ണപുരം പോലീസ് വിശദമായി ചോദ്യം ചെയ്തതോടുകൂടിയാണ് കുടുംബ പ്രശ്നത്തെ തുടർന്ന് വൈഷ്ണവിയെ കൊലപ്പെടുത്തിയതാണെന്ന് ദീക്ഷിത് പോലീസിന് മൊഴി നൽകിയത്. ഏതായാലും ഇപ്പോൾ ദീക്ഷിതുമായി പോലീസ് തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തും. അതിനുശേഷം ഇന്ന് വൈകിട്ട് തന്നെ ഇയാളെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. 1.5 വർഷം മുമ്പാണ് ഇരുവരും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വലിയ രീതിയിൽ കലഹമുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും ദീക്ഷിത്തിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ ഉടൻ തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളതാണ് ശ്രീകൃഷ്ണപുരം പോലീസ് അറിയിച്ചിട്ടുള്ളത്. വിനീത, ശരി, ക്രൂരമായൊരു കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് ഇക്ബാൽ അറക്കൽ നൽകിയത്.